ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളൊരു വീഡിയോ കാണിക്കാൻ പോകുന്നത് കുറച്ച് കൗതുകം നിറഞ്ഞതും അതേപോലെ തന്നെ കൗതുകത്തിലുപരി കുറച്ച് ഗൗരവമുള്ളതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം നമുക്ക്. ഇത് കണ്ടില്ല, നല്ല രസമായിട്ടുള്ളൊരു കല്ലാണ്. ചെറിയ കല്ലത് കണ്ടാ, ഉരുണ്ടിട്ട് അതേപോലെ തന്നെ ഇതാ ഷേപ്പിലൊക്കെയുള്ള നല്ല കല്ലുകളൊക്കെ ഉണ്ട് ഇവിടെ. കണ്ടാ നല്ല ഉരുണ്ട് നല്ല ഷേപ്പായിട്ടുള്ള കല്ലുകൾ. ചെറിയ കല്ല്. ഇതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാലേ, കണ്ടില്ല, ചെറിയ കല്ലാണ്. അപ്പോൾ ഈ ഒരു ഉരുണ്ട ഷേപ്പിലേക്ക് ഇതെത്താൻ കാരണം വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഡെയിലി ഇങ്ങനെ തീരെ അടിച്ചടിച്ച് അതിനിങ്ങനെ തേയ്മാനം സംഭവിക്കുകയാണ്. കല്ലിന് തേയ്മാനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇത്രയും വലിയ കല്ല്, പാറ, ഇത്രയും വലിയ സൈസുള്ള കല്ലുകൾ ഈ ഒരു ചെറിയ രൂപത്തിലേക്ക് എത്തിയതിൻ്റെ കാരണം അങ്ങനെയാണ്. തിരമാല അടിച്ചടിച്ച് തേയ്മാനം സംഭവിച്ചതാണ്. ഈ കല്ലിൻ്റെ വലിപ്പം ഇങ്ങനെയല്ല, ഇത്രയല്ല, ഇത് വേറൊരു രൂപത്തിലായിരുന്നു ഈ കല്ല്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഇവിടുത്തെ കടപ്പുറത്ത് കിടക്കുന്ന നിരത്തിയിട്ടിട്ടുള്ള കല്ലാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കടൽ കയറ്റത്തിനൊക്കെ തടയാനും കടൽ ഭിത്തി നിർമ്മാണം എന്നുള്ള രീതിയിൽ കൊടുന്നിട്ട കല്ലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ കൊടുന്നിട്ടതാണ്. ഇതാണ് ഈ കിടക്കുന്നത്. കണ്ട, കംപ്ലീറ്റും നിരന്ന് കിടക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ ഈ കല്ല് കൊടുന്നിടുമ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രദേശം എന്ന് പറയണത് ഒരു ആളുകളൊക്കെ ഇങ്ങനെ പാർക്കുന്ന ഒരു ഏരിയയാണ്. അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കടൽ. കണ്ട, ഈ കടലിന് ഭിത്തിയായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കടൽക്ഷോഭം ഉണ്ടാകുന്ന സമയങ്ങളിലും അതുപോലെ വേലിയേറ്റ സമയങ്ങളിലൊക്കെ കടൽ റോട്ടിലൊക്കെ അല്ലെങ്കിൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കടൽ പ്രവേശിക്കാതിരിക്കാൻ ഇടുന്ന ഒരു തടയാണിത്, കടൽ ഭിത്തി. അങ്ങനെ ഇട്ട കല്ലുകളാണ് ഈ കിടക്കുന്നത്. കംപ്ലീറ്റ് ഭിത്തിയുടെ വഴിക്ക് പോയി കല്ലൊക്കെ ഉരുണ്ട ഒരു ചെറിയ, നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കല്ലുകളായി മാറി ഈ കല്ലൊക്കെ. ഇപ്പോൾ ഇങ്ങനെ ഇവിടെ ഭിത്തിയും കാര്യങ്ങളൊന്നുമില്ല. ഭിത്തിയൊക്കെ അങ്ങനെ നശിച്ച് പോയത്. പക്ഷെ ഇന്ന് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇതെങ്ങനെയാണ് അതിൻ്റെ ഒരു പൂർണ്ണ രൂപം എന്നുള്ളത് നമുക്ക് കാണിച്ചു. ഇപ്പോൾ ഇവിടെയൊക്കെ ചിലപ്പോൾ വലിയ വലിയ കല്ലുകളൊക്കെ എടുക്കുന്നുണ്ട്. എല്ലാം ഇങ്ങനെ വെള്ളം തിരമാല അടിച്ചടിച്ച് എന്തായിക്കണ്, തിരമാല അടിച്ചടിച്ചിട്ട് കല്ലൊക്കെ അങ്ങനെ ആകെ തേഞ്ഞ് പോയി. വലിയ തേയ്മാനം സംഭവിച്ചിട്ട് കല്ല് തേഞ്ഞ് പോയി. ഇതൊക്കെ ഉണ്ടല്ലോ ഉരുണ്ട കല്ലുകൾ, അതെല്ലാം ഒക്കെ വെള്ളം കയറി നല്ല രസമുള്ള ഷേപ്പുകളായി മാറിയിരിക്കുക. യഥാർത്ഥത്തിൽ ഈ കല്ലിൻ്റെ ശരിയായ രൂപം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കേട്ടില്ല, ഇതാണ് ഈ കല്ലിൻ്റെ യഥാർത്ഥ രൂപം. ഇതാണ് കടൽ ഭിത്തി. ഉണ്ടാക്കിയിട്ടില്ല, കുറച്ച് ഭാഗങ്ങൾ നിലനിൽക്കുന്നുണ്ട്, അതിൻ്റെ കുറച്ച് ഭാഗം മാത്രം. അല്ല, ഈ കാണുന്ന ഇത്രയും വലിപ്പമുള്ള ഈ കല്ലാണ് നമ്മളിപ്പോൾ നേരത്തെ കാണിച്ചു തന്ന ഇതുപോലെ തേയ്മാനം സംഭവിച്ചിട്ട് ഉരുണ്ട് കിടക്കുന്നത്. എവിടം വരെ? ഒരുപാട് അകലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കടൽ ഭിത്തിയൊക്കെ എങ്ങനെയോ പോയി. ഈ ഒരു കഷ്ണം മാത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുള്ളൂ. ബാക്കി കംപ്ലീറ്റ് എന്തായിക്കണ്, ഇവിടുന്ന് അടിച്ചടിച്ച് അത് നശിച്ചത്. കടൽ ഭിത്തി സംഭവങ്ങളൊക്കെ പോയി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഒരു കൗതുകം. ഇനി ഗൗരവമുള്ളൊരു കാര്യം പറഞ്ഞുതരാം. ഈ വരാൻ പോകുന്ന ഇലക്ഷനിൽ ഇവിടുത്തെ സ്ഥാനാർത്ഥികളും എല്ലാ പാർട്ടിക്കാരും എല്ലാ സ്ഥാനാർത്ഥികളും പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമാണ് കടൽ ഭിത്തി നിർമ്മാണം എന്നുള്ളത്. അതാണ് ഇവിടുത്തെ മെയിൻ വിഷയമായിട്ട് നിൽക്കുന്നത്. കടൽ ഭിത്തി നിർമ്മാണം, നല്ല രീതിയിൽ കടൽ ഭിത്തി നിർമ്മിക്കുക എന്നുള്ളതാണ്. ഇത് ഈ ഏരിയയിൽ ഈ ഒരു ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് അവർ നിൽക്കുന്നത്. കാരണം വെച്ചാൽ റോഡാണ് ഈ കാണുന്നത്. ഒരു 10-30-50 മീറ്റർ 30 മീറ്ററൊക്കെ ഉണ്ടാവും ദൂരത്തിലാണ് റോഡുള്ളത്.
അതുപോലെ ഇവിടെ വീടുകളും കാര്യങ്ങളും വീടൊക്കെ നശിച്ചു പോണ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ സൈഡിലൊക്കെ വീടുകൾ തന്നെയാണ്. ഈ റോഡിൻ്റെ അപ്പുറത്തേക്ക് കണ്ട് ഫുൾ വീടുകളാണ്. അപ്പോൾ ഈ വീടുകളൊക്കെ സംരക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതുപോലുള്ള വർഷാവർഷം സംഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഇവിടെ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. ഇതിൻ്റെ അധികാരികളിലേക്ക് ഈ സംഭവം എത്തി ഇതിനൊരു പൂർണ്ണ പരിഹാരം ഉണ്ടാവാൻ ഇത് സഹായകമാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ ഈ സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടും പറഞ്ഞുതരാം. തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് കടപ്പുറം പഞ്ചായത്താണത്. കടപ്പുറം പഞ്ചായത്ത് ഇത്രേ ഉള്ളൂ. കടലും റോഡും കൂടി തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ റോഡാ. ഈ റോഡ് എന്ന് പറയുന്നത് എന്താ, ചാവക്കാട് ഹൈവേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. ഒരുപക്ഷെ ഈ ഒരു പ്രശ്നപരിഹാരത്തിന് ചിലപ്പോൾ ഈ വീഡിയോ സഹായകമാവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ. ഓക്കെ, താങ്ക് യു.